ുമെല്ലാം ആരംഭിച്ച ഘട്ടത്തിലാണ് ഇദ്ദേഹം നേരെ കോടതിയിൽ തന്നെ നേരിട്ട് പോയി ജഡ്ജിമാരുടെ മുൻപിൽ അദ്ദേഹം വാദിക്കുന്നു. അതിന് പോലീസുകാർ റിപ്പോർട്ട് വന്നു, ഈ കുട്ടി നിരപരാധിയാണെന്ന്, ഈ വിദ്യാർത്ഥി നിരപരാധിയാണെന്ന് റിപ്പോർട്ട് വന്നു. അവിടെ നിന്ന് മോചിതനായി പിന്നീട് അദ്ദേഹം ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട പേരുള്ളൊരു പത്രം എഴുതി ഇദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ഭരണാധികാരികളും അധികാരികളും പോലീസ് അധികാരികളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. മുസ്ലിം പേരുള്ള ആളുകളെ വേട്ടയാടുന്ന ആ മനോഭാവം അവസാനിപ്പിച്ചേ മതിയാകും. കുറ്റവാളികളെ ശിക്ഷിക്കാം, നിരപരാധികളെ വേട്ടയാടരുത്. ഇപ്പോൾ നാം ഒരുപാട് വാർത്തകൾ നിരന്തരം കേൾക്കുന്നുണ്ടല്ലോ, ലവ് ജിഹാദ്, റൊമാൻസ് ജിഹാദ് എന്നെല്ലാം. കഠിനാധ്വാനം എന്ന അർത്ഥം വരുന്ന ജഹദ എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം ഉത്ഭവിക്കുന്നത്. യുദ്ധം എന്ന പദം കിത്താലുൻ എന്ന പദത്തിൽ നിന്ന്. പ്രതിരോധിക്കുവാനുള്ള അനുവാദം ഖുർആൻ നൽകുന്നതിന് എത്രയോ മുൻപ് തന്നെ ജിഹാദ് എന്ന പദം ഖുർആനിലുണ്ട്. ജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക. ഖുർആൻ തോക്കല്ല, ബോംബല്ല, വാളല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് വെച്ചാൽ? ഖുർആനിക കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുക എന്നതാണ്. ഏകനായ സൃഷ്ടാവിനെ അംഗീകരിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ നിയോഗിച്ച പ്രവാചകരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അവൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മെ കാണുക, അവൻ വെറുക്കുന്നിടത്ത് കാണാതിരിക്കുക. ഇതെല്ലാമാണ് ജിഹാദ്. അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും നൽകുന്നൊരു അവകാശമുണ്ട്. റൈറ്റ് ടു ഡിഫെൻഡ് വൺസ് ഓൺ ലൈഫ് ആൻഡ് വൺസ് ഓൺ പ്രോപ്പർട്ടി എന്ന് പറയും. ജീവനും സമ്പത്തും സംരക്ഷിക്കുവാനുള്ള അവകാശം. ഈ അവകാശവും ഖുർആൻ മുസ്ലിങ്ങൾക്ക് നൽകുന്നുണ്ട്. പ്രതിരോധിക്കാൻ, തങ്ങളുടെ വിശ്വാസമനുസൃതമായി ജീവിക്കുവാൻ അനുവാദമില്ലെങ്കിൽ പ്രതിരോധിക്കുവാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നുണ്ട്. ഇതെല്ലാം നിയമ സംവിധാനങ്ങളും നൽകുന്നതാണ്. ഈ ജിഹാദിനെതിരെയുള്ള ആരോപണങ്ങൾ ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ മുന്നേറ്റം കണ്ട് കണ്ണന്താളിച്ച ക്രിസ്ത്യൻ മിഷണറിമാർ, ഓറിയന്റലിസ്റ്റുകളും വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് മറ്റുള്ളവരുടെ മേൽ മതം അടിച്ചേൽപ്പിക്കണമെന്നും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന പ്രചരണങ്ങൾ. അത് ജിഹാദ് കൊണ്ടാണ് മുസ്ലിങ്ങൾ നടപ്പാക്കുന്നത് എന്ന വിമർശനങ്ങൾ ഒട്ടേറെ കാലഘട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നീട് ഇതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച ചരിത്ര പണ്ഡിതരെല്ലാം ഇത് മാറ്റി പറഞ്ഞു. ഉദാഹരണത്തിന് ഹീറോ ആൻഡ് ഹീറോ വേർഷിപ്പിൽ തോമസ് കാർൽ ഇതിനെ പരിഹസിച്ച് തള്ളുകയാണ്. വാളുകൊണ്ട് പ്രചരിച്ച മതം. അദ്ദേഹം ചോദിക്കുന്നു, ഏതൊരു ചിന്തയും ആദ്യം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഖുർആനെ സംബന്ധിച്ചുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്തിഷ്കത്തിൽ മാത്രം. ആ പ്രവാചകൻ എങ്ങനെയാണ് വാളുമെടുത്ത് ലോകത്തിനെതിരെ ഇത് പ്രചരിപ്പിക്കുക? അദ്ദേഹം ചോദിക്കുകയാണ്, ഏതൊരു ദർശനവും അതിൻ്റെതായ ശക്തി കൊണ്ട് മാത്രമേ പ്രചരിക്കുകയുള്ളൂ. ഇസ്ലാം ദ ക്രോസ് റോഡ് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, വർഗീയവാദികളായ മുസ്ലിങ്ങൾ വാളുമെടുത്തുകൊണ്ട് പരാജിതരായ ജനവിഭാഗങ്ങളുടെ നേരെ ഇസ്ലാം അടിച്ചേൽപ്പിച്ചു എന്ന ഇതിഹാസം ചരിത്ര പണ്ഡിതർ ഇതുവരെയും എഴുതിയിട്ടുള്ള ഈ കെട്ടുകഥകളിൽ ഏറ്റവും തമാശ നിറഞ്ഞ കെട്ടുകഥയാണ് എന്ന്. ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പലസ്തീൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞു, അമേരിക്ക can never be against Islam even if America wants, because in America Islam is the fastest growing religion. അമേരിക്കക്ക് ഒരിക്കലും ഇസ്ലാമിനെതിരാകുവാൻ കഴിയില്ല, അമേരിക്ക വിചാരിച്ചാലും. കാരണം അമേരിക്കയിൽ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളിൽ പ്രശസ്തരായ കുറച്ച് ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. പ്രഷ്യസ് ഗേൾസ് എന്ന പ്രസിദ്ധമായ ഗാനം ആലപിച്ച ടൈസൺ എന്ന ഗായകൻ, മില്യൺ കണക്കിന് ഡോളറുകൾ വിറ്റഴിച്ച പ്രശസ്ത റോക്ക് സംഗീത ട്രൂപ്പിലെ പ്രമുഖ ഗായകനായ ലൂൺ, പ്രശസ്ത റോക്ക് സംഗീത ട്രൂപ്പായ ഔട്ട്ലോസിലെ നെപ്പോളിയൻ, അതുപോലെ ഹോളിവുഡിൽ നിന്നുള്ള ബസ്റ്റർ റയൻസ്, നിയോ, ഫ്രാൻസിന്റെ സംഗീത ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച ഡാൻസ് മാ ബബ്ലി ഇൻ മൈ ബബിൾ എന്ന ആൽബത്തിലെ ഗാനങ്ങളെല്ലാം പാടിയ ഫ്രാൻസിന്റെ ഏറ്റവും പ്രശസ്ത ഗായികയായ ഡിയാം കുറച്ച് മാസങ്ങളായി അപ്രത്യക്ഷമായി. പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ കാണുന്നത് പാരീസിലെ ഗ്രാൻഡ് മസ്ജിദിൽ നിന്നും പർദ്ദ ധരിച്ച് നമസ്കരിച്ച് ഇറങ്ങുന്ന സ്ത്രീയെയാണ്. അമേരിക്കയിലെ ഏറ്റവും പരമോന്നത നിയമനിർമ്മാണ
സഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ കരം വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മിനസോട്ടയെ പ്രതിനിധീകരിക്കുന്ന കീത്ത് എല്ലിസൺ, മെക്കൻ പട്ടണം, അമേരിക്കയിലെ മെക്കൻ പട്ടണത്തിലെ മേയറായ ജാക്ക് എല്ലിസ്, അതുപോലെ ഒരുപാട് ക്രൈസ്തവ പുരോഹിതർ, ഡോക്ടർ യൂണിക്കെ സിയു എന്ന് പറയുന്ന യൂണിറ്റേറിയൻ ചർച്ചിലെ ആദ്യത്തെ വനിതാ പുരോഹിത, ഡിവിനിറ്റിയിൽ ഡോക്ടറേറ്റും PhD ഉള്ള വനിത, എപ്പിസ്കോപ്പൽ ചർച്ചിൽ നിന്നുള്ള ആൻ ഹോംസ്, യുണൈറ്റഡ് മെത്തഡിക്കൽ ചർച്ചിലെ ഡീക്കനായ ഡോക്ടർ ജെറാൾഡ് ഡേർക്സ്, അതുപോലെ സൗത്ത് കാരോലിനയിലെ യൂത്ത് മിനിസ്റ്ററായ ജോഷുവ ഇവാൻസ്. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ. ഇവർക്ക് എന്ത് പ്രലോഭനമാണുള്ളത്, എന്ത് ഭീഷണിയാണുള്ളത്? അമേരിക്കയിൽ ഏറ്റവും അധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ കയ്യിൽ എന്ത് ആയുധമാണുള്ളത്, എന്ത് ധനമാണുള്ളത്, എന്ത് സ്വാധീനമാണുള്ളത്, എന്ത് അധികാരമാണുള്ളത്, എന്ത് ശക്തിയാണുള്ളത്? ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും സ്പെയിനിലും പോർച്ചുഗലിലും ലാറ്റിൻ അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ പറയുന്നത് വൈൽഡ് ഫ്ലവർ, കാട്ടുതീ പോലെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാനെല്ലാം പങ്കെടുക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗ്ലോബൽ ഇസ്ലാമിക് പ്ലാറ്റ്ഫോം. അതിപ്പോഴും നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അടുത്ത മാസമാകുമ്പോഴേക്കും നൂറുകണക്കിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ അനുഭവങ്ങളുടെ വീഡിയോ ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വ്യത്യസ്ത സൈറ്റുകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത് അതിലിട്ടിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എന്ത് പ്രലോഭനമാണ് ഇവർക്കുള്ളത്? എന്നിട്ട് ലവ് ജിഹാദ്, റൊമാൻസ് ജിഹാദ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച 70കളിലെ ലോക സംഗീതത്തിന്റെ ഹരമായിരുന്ന എന്ത് മനോഹരമായ ഗാനങ്ങളായിരുന്നു എന്നറിയാമോ? കാറ്റ് സ്റ്റീവൻസൺ. യൂസഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിക്കുവാൻ അദ്ദേഹം പറഞ്ഞ കാരണം, ഈ സംഗീത ലോകം എന്ന് പറയുന്നത് സ്ത്രീകൾ, നഗ്നരായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ, മദ്യം, ലഹരി പദാർത്ഥങ്ങൾ, ആഡംബരങ്ങൾ, ധനം, ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നത് വലിയൊരു ത്യാഗമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത്തരം ത്യാഗത്തിൽ നിന്നും മോചിതനായി ചരിത്രത്തിൽ ഇതിഹാസം സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചത് എന്ന് കാറ്റ് സ്റ്റീവൻസൺ പറയുകയുണ്ടായി. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരികയാണ്. ഒരു മുസ്ലിമായാൽ മനു സാൻജോസ് അനുഭവിച്ച തീക്ഷ്ണമായ പരീക്ഷണങ്ങളുണ്ടല്ലോ, അങ്ങനെ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരുമ്പോൾ ഭയന്നിട്ട് പറയുകയാണ് ലവ് ജിഹാദ്, റൊമാൻസ് ജിഹാദ്. മാതാപിതാക്കളുടെ കണ്ണുനീര് ഒരുപാട് കാണുന്നവരാണ് ഞങ്ങൾ ഹൈക്കോടതിയിലെ അഭിഭാഷകർ. ജന്മം നൽകിയ മാതാപിതാക്കളെയും, നൊന്ത് പ്രസവിച്ച മുലപ്പാൽ നൽകിയ മാതാപിതാക്കളെയും, പോറ്റി വളർത്തിയ പിതാവിനെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട്, ജനിച്ചു വളർന്ന മതവിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമെന്ന അപേക്ഷയുമായി കോടതിയിൽ വരുന്ന എത്രയോ സന്താനങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളെ, ഒരുപാട് മുസ്ലിം പേരുള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് രോഗം വന്നപ്പോൾ ഒരുപോലെ കണ്ണടക്കാതെ അവരെ പരിചരിച്ച ആ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ കൊടുക്കുന്ന പെൺകുട്ടികൾ. എന്നിട്ട് കാമുകന്റെ കയ്യും പിടിച്ച് മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ, ഹൃദയമിടിപ്പുകൾ ശ്രദ്ധിക്കാതെ, ഏങ്ങലുകൾ ഗൗനിക്കാതെ, നന്ദികേടിന്റെയും ക്രൂരതയുടെയും പ്രതീകമായി നടന്നു പോകുന്ന ഒട്ടേറെ പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രണയം മൂത്ത് മതം മാറുവാൻ ആരെങ്കിലും തയ്യാറായാൽ ഇസ്ലാമിനെ എന്തിനാണ് പഠിക്കുന്നത്? എത്രയോ മുസ്ലിം പെൺകുട്ടികൾ പോയിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ലല്ലോ മറ്റുള്ളവർ മതപ്രബോധനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയതാണ് എന്ന്. ഇനി മുസ്ലിം പുരുഷനെ കണ്ട് അതിലൂടെ ഇസ്ലാം മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്ക് അനുഗ്രഹം നൽകും. അത് മറ്റൊരു കാര്യം. എന്നാൽ വെറും പ്രണയത്തിന് വേണ്ടി മതവിശ്വാസം മാറ്റി ഒട്ടേറെ പെൺകുട്ടികളുണ്ട്. അതിന് ഇസ്ലാമിനെ എങ്ങനെയാണ് പഴിക്കുവാൻ കഴിയുന്നത്? ഇസ്ലാമിനെ എങ്ങനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ കഴിയുന്നത്? അപ്പോൾ വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന നുണപ്രചരണം വില പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരും മറ്റും ഏറ്റെടുത്ത ഒരു നുണപ്രചരണമാണ്. ദൗർഭാഗ്യവശാൽ ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും അത് വന്നു എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ കണ്ട്
ഏതെങ്കിലും ഒരു മുസ്ലിം, ഈ സദസ്സിലുള്ള മുസ്ലിങ്ങളോട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നാൽ അള്ളാഹുവിനെയും പ്രവാചകനെയും ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അനാഥനായി പിറന്ന് ദരിദ്രനായി വളർന്ന ആടുകളെ മേയിച്ച് ജീവിച്ച സാധാരണക്കാരനായ മനുഷ്യൻ 25-ാം വയസ്സിൽ ധനികയായ ഒരു സ്ത്രീയെ വിവാഹം